പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച് മുഖ്യമന്ത്രി കസേരയിലെത്തിയ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തെളിയുന്നത് നിലപാടുകളില്ലാത്ത അവസരവാദത്തിന്റെയും അധികാരമോഹത്തിന്റെയും കഥകളാണ്. ബംഗാളിൽ കോൺഗ്രസിനെ പിളർത്തി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതു മുതൽ ഇന്ന് വരെയുള്ള മമതയുടെ രാഷ്ട്രീയ പ്രയാണം വ്യക്തിപരമായ അധികാരത്തിന് വേണ്ടിയുള്ള ചുവടുമാറ്റങ്ങൾ മാത്രമായിരുന്നുവെന്ന് വ്യക്തമാണ്. ബംഗാളിൽ 20 വർഷത്തോളമായി തുടരുന്ന ഇടതുഭരണം കാരണം അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് 1998-ൽ 43-ാം വയസ്സിൽ മമത പാർട്ടി പിളർത്തുന്നത്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് CPM-നോട് മൃദു സമീപനമാണെന്നും ബംഗാളിലെ നേതാക്കൾ പുറത്തു പച്ചയും അകത്ത് ചുവപ്പുമുള്ള തണ്ണിമത്തനാണെന്നും പരിഹസിച്ചായിരുന്നു മമതയുടെ പടിയിറക്കം. എന്നാൽ ബംഗാളിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക വഴി യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉറപ്പാക്കുകയാണ് മമത അന്ന് ചെയ്തത്. വോട്ട് ഭിന്നിപ്പിച്ചുണ്ടാക്കിയ ഈ രാഷ്ട്രീയ ചതിയിലൂടെ സ്വന്തം മാതൃസംഘടനയെ തകർക്കാനും മമത മടിച്ചില്ല. CPM-നെ തകർക്കുക എന്ന ഒറ്റ അജണ്ടയ്ക്കായി മമതാ ബാനർജി പിന്നീട് ചെയ്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ അപമാനകരമായ നീക്കങ്ങളായിരുന്നു. BJP എതിർക്കുന്നതിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയ മമത ബംഗാളിൽ നിലയുറപ്പിക്കാൻ നേരെ ചെന്ന് കയറിയത് അതേ BJP-യുടെ മടിത്തട്ടിലേക്ക്. അങ്ങനെ ആദർശങ്ങൾ കാറ്റിൽ പറത്തി BJP-യുമായി സഖ്യമുണ്ടാക്കി. കേന്ദ്രത്തിലെ BJP മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രാലയം പോലുള്ള വൻകിട പോർട്ട്ഫോളിയോകൾ കൈക്കലാക്കി ബംഗാളിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു. ഇടതുപക്ഷത്തെ താഴെയിറക്കാൻ വർഗീയ രാഷ്ട്രീയത്തിന് ബംഗാളിൽ പരവതാനി വിരിച്ചു നൽകിയ മമത ഇന്ന് BJP വിരുദ്ധത പ്രസംഗിക്കുന്നത് എത്രത്തോളം വലിയ ഇരട്ടത്താപ്പാണെന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട്. മുകുൾ റോയിയെ പോലെ വിരലിൽ എണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് തുടക്കത്തിൽ മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇടതു ഭരണത്തിൽ മനം മടുത്ത് ബദൽ തേടിയ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്യുകയാണ് മമത ചെയ്തത്. കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമായി വളരുന്നത് തടയാൻ BJP-യുടെ കൈപിടിച്ച് വളർന്ന TMC ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കുകയായിരുന്നു. 2011-ൽ റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് മമതാ ബാനർജി മുഖ്യമന്ത്രിയായി നടന്നു കയറിയത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടായിരുന്നില്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ അവസരവാദത്തിലൂടെയായിരുന്നു. BJP-യുടെ തോളിലേറി കോൺഗ്രസിനെ തകർക്കുകയും പിന്നീട് തക്കം നോക്കി BJP തന്നെ തള്ളിപ്പറയുകയും ചെയ്ത മമതയുടെ രാഷ്ട്രീയം തനി വഞ്ചനയുടേതാണ്. തനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി ഏത് പ്രത്യയശാസ്ത്രവുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്തൊരു നേതാവാണ് താനെന്ന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ മമതാ ബാനർജി ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. ഈ അവസരവാദ രാഷ്ട്രീയം ബംഗാളിലെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അവശേഷിക്കും.